യൂണിവേഴ്സിറ്റി 2023 മേക്കിംഗ് ഓഫ് കണ്ടംപററി ഇന്ത്യ എന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സോൾവ് ചെയ്ത ഭാഗം നമ്മൾ തുടരുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ഡിഫൈൻ ദ ഐഡിയ ഓഫ് സമ്പൂർണ്ണ ക്രാന്തി ഓഫ് ജയപ്രകാശ് നാരായണൻ JP അഥവാ ജയപ്രകാശ് നാരായണൻ. അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ ക്രാന്തി എന്ന ആശയം വ്യക്തമാക്കുക. 5 മാർക്കിന്റെ ചോദ്യമാണ്. സമ്പൂർണ്ണ ക്രാന്തി ഓർ ടോട്ടൽ റെവല്യൂഷൻ, ക്രാന്തി എന്ന വാക്കിന്റെ അർത്ഥം വിപ്ലവം എന്നാണ്, റെവല്യൂഷൻ എന്നാണ്. സോ വാസ് എ മൂവ്മെന്റ് ലെഡ് ബൈ ജയപ്രകാശ് നാരായണൻ ഇൻ ദ 1970s. ജയപ്രകാശ് നാരായൺ 1970കളിൽ നടത്തിയ ഒരു മുന്നേറ്റമാണ്, പ്രസ്ഥാനമാണ് സമ്പൂർണ്ണ ക്രാന്തി. ദ മൂവ്മെന്റ് എയിംഡ് ടു ബ്രിങ് അബൌട്ട് ദ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സമൂഹത്തെ പൂർണ്ണമായും രൂപാന്തരപ്പെടുത്തുക എന്നതാണ് അദ്ദേഹം ഇതിലൂടെ ലക്ഷ്യപ്പെടുത്തുന്നത്. പോളിറ്റിക്സ് ആൻഡ് എക്കണോമി, രാഷ്ട്രീയവും സമ്പദ്വ്യവസ്ഥയും എല്ലാം സമൂലമായ മാറ്റം വരുത്തുക. നാരായൺ ബിലീവ്ഡ് ദാറ്റ് ഇന്ത്യസ് പ്രോബ്ലംസ് കുഡ് നോട്ട് ബി സോൾവ്ഡ് ബൈ മിയർ പൊളിറ്റിക്കൽ ഓർ എക്കണോമിക് ചേഞ്ചസ്. രാഷ്ട്രീയ മാറ്റം കൊണ്ടോ സാമ്പത്തിക മാറ്റം കൊണ്ടോ ഇന്ത്യയുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായും മാറ്റാനാവില്ല എന്ന് നാരായൺ വിശ്വസിച്ചു. സമ്പൂർണ്ണമായ മാറ്റമാണ് വേണ്ടത്, സമ്പൂർണ്ണമായ ക്രാന്തിയാണ് വേണ്ടത്. ക്രാന്തി എന്ന് പറഞ്ഞാൽ വിപ്ലവമാണ്. ബട്ട് റിക്വയർഡ് എ ടോട്ടൽ റെവല്യൂഷൻ. അതിന് വേണ്ടത് ഒരു സമ്പൂർണ്ണമായ വിപ്ലവമാണ്. ഇൻ ദ വേ പീപ്പിൾ തോട്ട് ആൻഡ് ലിവ്ഡ്. ആൾക്കാരുടെ ചിന്തയിൽ, തോട്ട് ആൻഡ് ലിവ്ഡ്, ആൾക്കാർ ചിന്തിക്കുന്ന രീതിയിൽ, ആൾക്കാരുടെ ജീവിത രീതിയിലൊക്കെ സമ്പൂർണ്ണമായ മാറ്റം വേണം. ദ മൂവ്മെന്റ് ഫോക്കസ്ഡ് ഓൺ ഇഷ്യൂസ് ലൈക്ക് കറപ്ഷൻ, അഴിമതി പോലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഈ പ്രസ്ഥാനം ഫോക്കസ് ചെയ്തു. അതുപോലെ തന്നെ ഇനീക്വാലിറ്റി, അസമത്വം, ആൻഡ് സോഷ്യൽ ഇൻജസ്റ്റിസ്, സാമൂഹ്യ അനീതി, ഇതൊക്കെ ഈ മുന്നേറ്റം കൈകാര്യം ചെയ്തു. ഇറ്റ് ഓൾസോ എംഫസൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഇൻ ഗവർണൻസ്. ഗവർണൻസില്, ഭരണത്തില് ജനങ്ങളുടെ പങ്കാളിത്തത്തിന് ഊന്നൽ കൊടുത്തു. ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, ഒപ്പം തീരുമാനമെടുക്കുന്നതിലും. സമ്പൂർണ്ണ ക്രാന്തി വാസ് എ കോൾ ടു ആക്ഷൻ ഫോർ ഇന്ത്യൻസ് ടു ടേക്ക് കൺട്രോൾ ഓഫ് ദെയർ ഓൺ ഡെസ്റ്റിനി. ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭാവി തീരുമാനിക്കുന്നതിന് നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ഒരു പദ്ധതിയാണെന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ക്രിയേറ്റ് എ മോർ ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ സൊസൈറ്റി, കൂടുതൽ നീതിനിഷ്ഠവും അതുപോലെ തന്നെ സമത്വസുന്ദരവുമായ അല്ലെങ്കിൽ ന്യായയുക്തവുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുക എന്നതായിരുന്നു ഈ സമ്പൂർണ്ണ ക്രാന്തി എന്നതിന്റെ ഉദ്ദേശം. അതിനുള്ള ആഹ്വാനമായിരുന്നു ഇത്. ദി മൂവ്മെന്റ് ഹാഡ് എ സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ഓൺ ഇന്ത്യൻ പോളിറ്റിക്സ് ആൻഡ് സൊസൈറ്റി. ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഇന്ത്യൻ സമൂഹത്തിലും ഈ മുന്നേറ്റത്തിന്, ഈ പ്രസ്ഥാനത്തിന് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇൻസ്പയറിംഗ് എ ന്യൂ ജനറേഷൻ ഓഫ് ആക്ടിവിസ്റ്റ്, പുതിയ തലമുറ പ്രവർത്തകരെ പ്രചോദിപ്പിക്കാൻ, ആൻഡ് ലീഡേഴ്സ്, നേതാക്കന്മാരെ മുന്നോട്ട് കൊണ്ടുവരാൻ ഒക്കെ കഴിഞ്ഞു. ഓൾദോ ഇറ്റ് ഫേസ്ഡ് മെനി ചാലഞ്ചസ്, ഒത്തിരി വെല്ലുവിളികൾ ഇത് നേരിടേണ്ടി വന്നു. സമ്പൂർണ്ണ ക്രാന്തി റിമെയിൻസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഇന്ത്യാസ് ഹിസ്റ്ററി. പക്ഷേ ആ സമ്പൂർണ്ണ ക്രാന്തി എന്നത് ജയപ്രകാശ് നാരായണിന്റെ ആ സമ്പൂർണ്ണ ക്രാന്തി എന്നത് ഇന്ത്യ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായി നിലകൊള്ളുന്നു. ആൻഡ് എ റിമൈൻഡർ ഓഫ് ദ പവർ ഓഫ് പീപ്പിൾസ് മൂവ്മെന്റ്സ്, ജനമുന്നേറ്റത്തിന്റെ ശക്തി ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. 17ാമത്തെ ചോദ്യം 5 മാർക്കിന്റെ തന്നെയാണ്. വാട്ട് ഡു യു നോ അബൌട്ട് ഹൈ യീൽഡിംഗ് വെറൈറ്റീസ് ഓഫ് സീഡ്സ്? അതായത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഹൈ യീൽഡിംഗ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് ആർ ക്രോപ്സ് ദാറ്റ് ഹാവ് ബീൻ ബ്രെഡ് ടു പ്രൊഡ്യൂസ് മോർ ഗ്രെയിൻ. അതായത് കൂടുതൽ ധാന്യം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള വിത്തുകളെയാണ് ഹൈ യീൽഡിംഗ് വെറൈറ്റീസ് ഓഫ് ക്രോപ്സ് എന്ന് പറയുന്നത്. ഓർ അതർ പ്രോഡക്ട്സ് പെർ പ്ലാന്റ്, ഒരു ചെടിയിൽ നിന്ന് കൂടുതൽ വിത്ത്, ദാൻ ട്രഡീഷണൽ വെറൈറ്റീസ്. പരമ്പരാഗത വിത്തുകൾ ഒരു ചെടിയിൽ നിന്ന് അത്രയധികം വിത്തുകൾ നൽകുന്നില്ല എങ്കിൽ അതിനേക്കാൾ കൂടുതൽ വിത്തുകൾ ഒറ്റ ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഇനം വിളകൾ വികസിപ്പിച്ചെടുക്കുക. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദീസ് സീഡ്സ് വെർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ 1960s. 1960കളിൽ അതിന് പറ്റിയ വിത്തുകൾ ആവിഷ്കരിക്കപ്പെട്ടു. ആസ് പാർട്ട് ഓഫ് ദ ഗ്രീൻ റെവല്യൂഷൻ, ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായിട്ട്. അപ്പോൾ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് ഹൈ യീൽഡിംഗ് വെറൈറ്റീസ് വെച്ച്, അപ്പോൾ ചില പരീക്ഷയ്ക്ക് ഗ്രീൻ റെവല്യൂഷനെ കുറിച്ച് ചോദിക്കും, വേറെ ചില പരീക്ഷയ്ക്ക് ഇതേ രീതിയിൽ അത് തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. ഇനി എ ഗ്ലോബൽ എഫേർട്ട് ടു ഇൻക്രീസ് ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് റെഡ്യൂസ് ഹങ്കർ. ആഗോളതലത്തിൽ തന്നെ ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാനും വിശപ്പകറ്റാനുമുള്ള ഒരു വലിയ പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്ത്യ ഈ ഗ്രീൻ റെവല്യൂഷൻ പദ്ധതി ആവിഷ്കരിച്ചത്. HYV എന്ന് വെച്ചാൽ ഹൈ യീൽഡിംഗ് വെറൈറ്റിയുടെ ഫുൾ ഫോം ആണ്. അത്യുൽപാദന ശേഷിയുള്ള ഇനം എന്നാണ് അതിന്റെ അർത്ഥം. അത്തരം വിത്തുകൾ ആർ ഓഫൺ മോർ റെസ്പോൺസീവ് ടു ഫെർട്ടിലൈസേഴ്സ്. അത് പലപ്പോഴും വളങ്ങള്, ജലസേചനം ഇതിനോടൊക്കെ നന്നായി പ്രതികരിക്കുന്നുണ്ട്. വിച്ച് അലൗ ദം ടു പ്രൊഡ്യൂസ് ഹയർ yield. അങ്ങനെയുള്ള വിത്തിനങ്ങൾ കൂടുതൽ മികച്ച വിളവ് നൽകുകയും ചെയ്യുന്നു. ഹവർ ദേ ഓൾസോ റിക്വയർ മോർ ഇൻപുട്ട്. പക്ഷെ അതിന് കൂടുതൽ
ഇൻപുട്ടുകളും നമ്മൾ നൽകേണ്ടതുണ്ട്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കേണ്ട കാര്യങ്ങളാണ്. വളം, മനുഷ്യാധ്വാനം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ ആൻഡ് ക്യാൻ ബി മോർ വൾണറബിൾ ടു പെസ്റ്റ് ആൻഡ് ഡിസീസസ്. കീടങ്ങളുടെ ആക്രമണത്തിന്, രോഗങ്ങളുടെ ബാധയ്ക്ക് ഒക്കെ കൂടുതൽ വൾണറബിലിറ്റി ഉണ്ട് എന്നറിയാം. ദ യൂസ് ഓഫ് HIV, ഹൈ yielding വെറൈറ്റി വിത്തിനങ്ങളുടെ ഉപയോഗം ഹാസ് ബീൻ വൈഡ് സ്പ്രെഡ് ഇൻ മെനി പാർട്സ് ഓഫ് ദ വേൾഡ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അത് വ്യാപകമായിട്ട് ഉണ്ട്, ഇൻക്ലൂഡിങ് ഇന്ത്യ അടക്കമുള്ള ഭാഗങ്ങളിൽ. ആൻഡ് ഹാസ് കോൺട്രിബ്യൂട്ടഡ് ടു സിഗ്നിഫിക്കൻറ്റ് ഇൻക്രീസ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. ഭക്ഷ്യ ഉൽപാദനത്തിലെ ഗണ്യമായ വർധനവ് ഇത് ഉണ്ടാക്കിയിട്ടുമുണ്ട്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ വാസ് എ പീരിയഡ് ഓഫ് അഗ്രികൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് ബിഗാൻ ഇൻ ദ 1960s. 1960കളിൽ ആരംഭിച്ച ഒരു അഗ്രികൾച്ചറൽ ട്രാൻസ്ഫോർമേഷനാണ്, കാർഷിക രംഗത്തുണ്ടായ ഒരു പുതിയ മുന്നേറ്റവും മാറ്റവുമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ്സ് കീ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ്, അതിൻ്റെ പ്രമുഖ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇൻട്രൊഡക്ഷൻ ഓഫ് ഹൈ yielding വെറൈറ്റീസ്, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ അവതരിപ്പിക്കുക. ഓഫ് വെറൈറ്റീസ് ഓഫ് സീഡ്സ്, ദീസ് സീഡ്സ് വേർ ബ്രെഡ് ടു പ്രൊഡ്യൂസ് മോർ ഗ്രെയിൻ. ഈ വിത്തിനങ്ങൾ വികസിപ്പിച്ചെടുത്തത്, ബ്രീഡിന്റെ പാസൻസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരുന്നത്, ബ്രെഡ് എന്ന്. ടു പ്രൊഡ്യൂസ് മോർ ഗ്രെയിൻ, കൂടുതൽ ധാന്യം ഉൽപ്പാദിപ്പിക്കാനും, ഓർ അതർ പ്രോഡക്ട്സ്, അല്ലെങ്കിൽ മറ്റ് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുമാണ്. പെർ പ്ലാന്റ്, ഒറ്റ ചെടിയിൽ നിന്ന് കൂടുതൽ വിത്ത് ദാൻ ട്രഡീഷണൽ വെറൈറ്റീസ്, പരമ്പരാഗത വിത്തനങ്ങളെക്കാൾ. ഇൻക്രീസ്ഡ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, വർദ്ധിച്ച തോതിലുള്ള വളത്തിന്റെ ഉപയോഗം. ആൻഡ് ഇറിഗേഷൻ, അതുപോലെ തന്നെ ജലസേചന പദ്ധതികളും ഈ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരുവാൻ ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിച്ചു. ഹൈ yielding വെറൈറ്റീസ് റിക്വയർ മോർ ഇൻപുട്ട് ടു പ്രൊഡ്യൂസ് ഹയർ yield. ഉയർന്ന വിളവ് തരണമെങ്കിൽ ആ വിത്തിനങ്ങൾക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും, കൂടുതൽ നല്ല വളം ഇട്ട് കൊടുക്കേണ്ടി വരും. അതാണ് ഇൻപുട്ട്. ഈ വെള്ളവും വളവും അധ്വാനശേഷിയും പരിചരണവും ഒക്കെയാണ് കൂടുതൽ ഇൻപുട്ട് നൽകുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് അതൊരു നല്ല വിളകൾ നൽകുക. ഇനി മെക്കനൈസേഷൻ ഓഫ് ഫാമിംഗ്. പിന്നെ മെക്കനൈസ്ഡ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ മനുഷ്യാധ്വാനമോ കന്നുകാലിയുടെ നിരമുഴലോ അല്ല, യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി രീതി കൊണ്ടുവരിക എന്നുള്ളതാണ്. ദ യൂസ് ഓഫ് ട്രാക്ടേഴ്സ്, നിലമുഴുവാൻ വേണ്ടി ട്രാക്ടർ അല്ലെങ്കിൽ കൊയ്ത്തിയന്ത്രം, മെതിയന്ത്രം എന്നിവയൊക്കെ. ആൻഡ് അതർ മെഷീനറി ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി. ജലസേചനത്തിനായിട്ട് കൂടുതൽ പമ്പ് സെറ്റുകൾ ഇതൊക്കെ ഉപയോഗിച്ചപ്പോൾ ഉൽപാദനക്ഷമത ഗണ്യമായി വർദ്ധിച്ചു. എക്സ്പാൻഷൻ ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ ജലസേചന സൗകര്യങ്ങൾ വികസിപ്പിച്ചു. ന്യൂ ഇറിഗേഷൻ സിസ്റ്റംസ് ആൻഡ് കനാൽസ് വേർ ബിൽറ്റ് ടു സപ്പോർട്ട് ദ ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഫോർ വാട്ടർ. വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള വർദ്ധിച്ച ആവശ്യം പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് പുതിയ കനാലുകളും മറ്റുമൊക്കെ ജലസേചന സംവിധാനങ്ങളും ഒക്കെ വികസിപ്പിച്ചെടുത്തു. ഇൻക്രീസ്ഡ് ക്രോപ്പ് yields, വർദ്ധിച്ച തോതിലുള്ള വിളവിൻ്റെ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ദ ഗ്രീൻ റെവല്യൂഷൻ ലെഡ് ടു സിഗ്നിഫിക്കൻസ് ഇൻക്രീസ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. ഭക്ഷ്യോൽപാദനത്തിലെ ഗണ്യമായ വർധന ഉണ്ടാക്കാൻ സാധിച്ചു. മേക്കിംഗ് ഇന്ത്യ എ സെൽഫ് സഫിഷ്യൻറ്റ് ഫുഡ് കൺട്രി ഇൻ ദ കേസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ ഒരു സെൽഫ് സഫിഷ്യൻറ്റ് രാജ്യമായിട്ട് മാറാനായിട്ട് സഹായിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 19ലേക്ക് പോകുന്നു. ഡിസ്കസ് ദ നേച്ചർ ഓഫ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ അധികാരത്തിന്റെ വികേന്ദ്രീകരണം എന്നതാണ് വിഷയം. അതിന്റെ പ്രകൃതം എപ്രകാരമാണ്? ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ ഇൻ ഇന്ത്യ റിഫേഴ്സ് ടു, അധികാര വികേന്ദ്രീകരണം എന്നുകൊണ്ട് ഇന്ത്യയിൽ അർത്ഥമാക്കുന്നത് the transfer of authority and decision making power from the central government to state government and local government. കേന്ദ്ര ഗവൺമെന്റിൽ പൂർണ്ണമായും അധികാരങ്ങൾ കുന്നുകൂട്ടി വയ്ക്കാതെ അത് സംസ്ഥാന ഗവൺമെന്റുകൾക്കും അത് താഴെത്തട്ടിലുള്ള പ്രാദേശിക ഗവൺമെന്റുകളായ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇവയ്ക്കൊക്കെ ആയിട്ട് വീതം വെച്ച് പകുത്തു നൽകുക എന്ന് തന്നെയാണ് ഡീസെൻട്രലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 73rd and 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ്, 73ാമത്തെയും 74ാമത്തെയും ഭരണഘടനാ ഭേദഗതികൾ 1992 നടന്നത് മാർക്ക്ഡ് എ സിഗ്നിഫിക്കൻറ്റ് ഷിഫ്റ്റ് ടുവേർഡ്സ് ഡീസെൻട്രലൈസേഷൻ. അധികാര വികേന്ദ്രീകരണത്തെ സംബന്ധിച്ച് ഒരു ഗണ്യമായ മാറ്റമാണ് ഉണ്ടാക്കിയത്. വിത്ത് ദ ക്രിയേഷൻ ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ സൃഷ്ടിയോടുകൂടി, ആൻഡ് മുനിസിപ്പാലിറ്റീസ്, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളും. ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് ബീൻ ഗിവൺ പവേഴ്സ് ടു മാനേജ് ലോക്കൽ അഫയേഴ്സ്. ഈ സ്ഥാപനങ്ങൾക്ക് പ്രാദേശിക കാര്യങ്ങൾ നോക്കി നടത്താനുള്ള അധികാരം നൽകി. ഇൻക്ലൂഡിങ് ഹെൽത്ത് കെയർ, അതായത് ആരോഗ്യ പരിചരണം, എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം, ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇവയൊക്കെ വികസിപ്പിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഡീസെൻട്രലൈസേഷൻ എയിംസ് ടു ഇൻക്രീസ് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഇൻ ഗവർണൻസ്. ഡീസെൻട്രലൈസേഷൻ അഥവാ അധികാര വികേന്ദ്രീകരണം ലക്ഷ്യമിടുന്നത് ജനപങ്കാളിത്തമാണ് ഭരണത്തിൽ. ഇംപ്രൂവ്ഡ് അക്കൗണ്ടബിലിറ്റി, അപ്പോൾ ചുമതലാബോധവും കണക്ക് ബോധിപ്പിക്കേണ്ട ബാധ്യതയും ഒക്കെ മെച്ചപ്പെടും. ആൻഡ് എൻഹാൻസ് ദ എഫിഷ്യൻസി ഓഫ് സർവീസ് ഡെലിവറി. അപ്പോൾ ഈ രാഷ്ട്രീയ പ്രവർത്തകരുടെ ആണെങ്കിലും ഭരണത്തിലിരിക്കുന്നവരുടെ ആണെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ ആണെങ്കിലും
ഗവൺമെൻറ് മെഷീനറിയുടെ മുഴുവനും പെർഫോമൻസ് മെച്ചപ്പെടും. അപ്പോൾ നല്ല സേവനം നൽകാൻ കഴിയും. 20ാമത്തെ ചോദ്യം ഇതാണ്. ഡിസ്ക്രൈബ് ദ ഫങ്ഷൻസ് ഓഫ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ വിവരിക്കുക. ഡിസ്ട്രിക്ട് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഈസ് എ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അറ്റ് ദ ഡിസ്ട്രിക്ട് ലെവൽ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ജില്ലാ തലത്തിലുള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആയിട്ടുള്ള സ്ഥാപനമാണ് ജില്ലാ പഞ്ചായത്ത്. ഇറ്റ്സ് ഫങ്ഷൻ ഇൻക്ലൂഡ്, അതിന്റെ പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ വരുന്നുണ്ട്? പ്ലാനിംഗ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുക, നടപ്പിലാക്കുക. ഡിസ്ട്രിക്ട് പഞ്ചായത്ത്സ് ആർ റെസ്പോൺസിബിൾ ഫോർ പ്ലാനിംഗ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, വികസന പദ്ധതികളുടെ പ്ലാനിങ്ങും ഇംപ്ലിമെന്റേഷനും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. എവിടെയാണ്? ഇൻ ഏരിയാസ് ലൈക്ക് ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ആരോഗ്യ പരിപാലനം, വിദ്യാഭ്യാസം, പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്നീ മേഖലകളിലൊക്കെ. 2, മാനേജ്മെന്റ് ഓഫ് ഫിനാൻസസ്, പണത്തിന്റെ സാമ്പത്തിക കൈകാര്യം ചെയ്യലും ഭരണവും. ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഹാവ് ദ പവർ ടു മാനേജ് ദെയർ ഓൺ ഫിനാൻസസ്, അവരുടെ തന്നെ പണം, വരുമാനവും ചെലവും ഒക്കെ അവർക്ക് കൈകാര്യം ചെയ്യാനായിട്ട്, മാനേജ് ചെയ്യാനായിട്ടുള്ള അധികാരം അവർക്ക് നൽകുക. ആൻഡ് അലോക്കേറ്റ് റിസോഴ്സസ് ഫോർ വേരിയസ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ്, പലതരം വികസന പദ്ധതികൾക്ക് വേണ്ടിയിട്ട് വിഭവങ്ങൾ അലോക്കേറ്റ് ചെയ്യുക. ദെൻ പ്രൊവിഷൻ ഓഫ് ബേസിക് സർവീസ്, അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊവിഷനാണ് മറ്റൊന്ന്. ഡിസ്ട്രിക്ട് പഞ്ചായത്ത്സ് ആർ റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിംഗ് ബേസിക് സർവീസസ് ലൈക്ക് ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ ആൻഡ് സാനിറ്റേഷൻ, ആരോഗ്യ പരിപാലനം, വിദ്യാഭ്യാസം, ശുചിത്വം തുടങ്ങിയ കാര്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതായിരുന്നു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു ദ പീപ്പിൾ ഇൻ ദർ ജൂറിസ്ഡിക്ഷൻ, അവരുടെ അധികാര പരിധിയിലിരിക്കുന്ന ആൾ. കോർഡിനേഷൻ വിത്ത് അതർ ഗവൺമെന്റ് ഏജൻസീസ്, മറ്റ് ഗവൺമെന്റ് ഏജൻസികളുമായിട്ട് ഒത്തിണങ്ങി പ്രവർത്തിക്കുക എന്നുള്ളതും ഈ ജില്ലാ പഞ്ചായത്തുകളുടെ ജോലിയാണ്. ഡിസ്ട്രിക്ട് പഞ്ചായത്ത് കോർഡിനേറ്റ് വിത്ത് അതർ ഗവൺമെന്റ് ഏജൻസീസ് ടു എൻഷുർ ഇഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, വികസന പദ്ധതികൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി മറ്റ് ഏജൻസികളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ജില്ലാ പഞ്ചായത്തുകൾക്കുണ്ട്. 21ാമത്തെ ചോദ്യം. അനലൈസ് ദ ന്യൂ എക്കണോമിക് പോളിസി ഇൻ ഇന്ത്യ ഇംപ്ലിമെന്റഡ് ഇൻ 1991. 1991 നവസാമ്പത്തിക നയം എന്താണെന്ന് ചർച്ച ചെയ്യുക. ഇത് ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായും പഠിക്കണം. ദ ന്യൂ എക്കണോമിക് പോളിസി ഇൻ ഇന്ത്യ implemented in 1991 marked a significant shift towards liberalization, privatization and globalization. ഈ 1991 ആവിഷ്കരിച്ച പുത്തൻ സാമ്പത്തിക നയം അതിന്റെ പ്രധാനപ്പെട്ട 3 ആശയങ്ങളാണ്: ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഈ പോളിസി ലക്ഷ്യമിട്ടത് 1. ലിബറലൈസ് ദ ഇക്കണോമി, സമ്പദ് വ്യവസ്ഥയെ ഉദാരമായി വിട്ടയക്കുക. റെഡ്യൂസ് ഗവൺമെന്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ അമിതമായ നിയന്ത്രണം കുറയ്ക്കുക. ആൻഡ് റെഗുലേഷൻസ് ടു പ്രൊമോട്ട് എക്കണോമിക് ഗ്രോത്ത്, അതുപോലെ തന്നെ എല്ലാ സ്ഥാപനങ്ങളുടെ മേലുള്ള ലൈസൻസിങ്ങിന് മേലുള്ള ഒക്കെ നിയന്ത്രണങ്ങൾ എടുത്തു കളയുക. അപ്പോൾ സാമ്പത്തിക വളർച്ച മെച്ചപ്പെടും അഥവാ ഉയരും എന്നുള്ള കാഴ്ചപ്പാടാണ്. 2. പ്രൈവറ്റൈസ് പബ്ലിക് സെക്ടർ, പൊതുമേഖലയെ സ്വകാര്യവൽക്കരിക്കുക. ട്രാൻസ്ഫർ ഓണർഷിപ്പ് ഓഫ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് ടു പ്രൈവറ്റ് കമ്പനീസ്. അത്രനാളും പറഞ്ഞിരുന്ന സോഷ്യലിസ്റ്റ് മാതൃക എന്ന റഷ്യൻ മോഡലിൽ നിന്നും വിരുദ്ധമായിട്ട് സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലും ഒക്കെ ആയിരുന്നെങ്കിലും പലതിനും കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും ഒക്കെ ദുർഭരണവും എല്ലാം കൊണ്ട് അത് നശിച്ചു പോയിരുന്നു. നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ അപ്രകാരത്തിൽ സ്വകാര്യ കമ്പനികൾക്ക് വിൽക്കുക, അങ്ങനെ പ്രൈവറ്റൈസ് ചെയ്യുക എന്നതിന് അങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട്. ഗ്ലോബലൈസ് ദ എക്കണോമി, അങ്ങനെ നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥയോട് കൂട്ടിച്ചേർക്കുക. ഇൻക്രീസ് ഇന്ത്യാസ് ഇന്റഗ്രേഷൻ വിത്ത് ദ ഗ്ലോബൽ എക്കണോമി, ആഗോള സമ്പദ് വ്യവസ്ഥയോട് ഉള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഒറ്റപ്പെട്ടുള്ള നിലനിൽപ്പ് മാറ്റി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ലോക വിപണിയുമായി മത്സരിക്കുന്നതിന് പ്രാപ്തമാക്കുക. അതുപോലെ തന്നെ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, കച്ചവടത്തിന്റെയും വ്യാപാരത്തിന്റെയും എല്ലാം കാര്യത്തിൽ, നിക്ഷേപത്തിന്റെയും എല്ലാം കാര്യത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തുറന്നു കൊടുക്കുക ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് മുന്നിൽ. അടുത്തത് പ്രൊമോട്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, വിദേശ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുക. എൻകറേജ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇന്ത്യ ടു ബൂസ്റ്റ് ഇക്കണോമിക് ഗ്രോത്ത്, ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വിദേശ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ന്യൂ എക്കണോമിക് പോളിസി നവസാമ്പത്തിക നയം 1991 മൻമോഹൻ സിംഗ് ധനമന്ത്രിയായിരിക്കുകയും നരസിംഹറാവു ഗവൺമെന്റ് അധികാരത്തിൽ വരികയും ചെയ്ത കാലത്താണ് ഇത് നടപ്പിലാക്കിയത്. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ പഠിക്കുക. തുടർന്നുള്ള ഇനിയോ നമുക്ക് ഉള്ള ചോദ്യങ്ങൾ അടുത്ത 22 മുതൽ സ്കെച്ച് ദ പ്രൊവിഷൻ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. അത് അടുത്ത വീഡിയോയിൽ.